ശിവരാത്രി ആയതുകൊണ്ട് ഇന്നത്തെ അന്നദാനം നമ്മുടെ കുടുംബക്കാരായിരുന്നു കേട്ടോ നടത്തിയത്. 11 ആയപ്പോഴത്തേക്ക് ആളിന്റെ തിരക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജേശ്വരനായിരുന്നു കേട്ടോ പായസം ഇളക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ജിതിൻ. ഓൾ ഇൻ ഓൾ പായസം വിളമ്പാനായിട്ട് നമ്മുടെ ശാലുമാമനെ ഏൽപ്പിച്ചത്. കാരണം നല്ല തിരക്ക് പായസത്തിന് വരാറുണ്ട്. ആദ്യമായിട്ട് ദൈവത്തിന് വിളമ്പിയതിന് ശേഷമായിരുന്നു ബാക്കിയുള്ളവർക്ക് നമ്മൾ അന്നദാനം കൊടുക്കാൻ തുടങ്ങിയത്. പൊന്നും നന്തപ്പനും കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പായസം വലിയ ചെരുവത്തിൽ നിന്ന് കൊച്ചു ചെരുവത്തിലേക്ക് മാറ്റി ചോറും എല്ലാം വിളമ്പാൻ തുടങ്ങി. ഞാനും ജിത്തുവും വിളമ്പാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ ഒരു സന്തോഷമാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. ഈ വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കണേ. ഒരു 3 മണിയായപ്പോഴത്തേക്കും ഞാൻ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ജിത്തു കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അവൻ കഴിച്ചു. ഞാൻ അന്നദാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരു 4 മണിയായപ്പോഴത്തേക്കും വൈകിട്ട് 6:30 പൊട്ടിക്കാനുള്ള കമ്പം എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പൂജയെല്ലാം നമ്മുടെ വീട്ടുകാരുടെ ആണല്ലോ, അപ്പൊ പിന്നെ കമ്പത്തിന് ഒരു കുറവും വരുത്തരുത്. ദീപാരാധന കഴിഞ്ഞ ഉടനെ തന്നെ കമ്പം പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നോൺ സ്റ്റോപ്പബിൾ ആയിരുന്നു കേട്ടോ. എന്റെ വേറൊരു കൊച്ചന്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രസാദവും മേടിച്ച് നേരെ വീട്ടിലേക്ക്, കാരണം ഇന്ന് എന്റെ ചേച്ചി ദുബായിൽ നിന്ന് വരുന്നുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വിളക്ക്. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം എല്ലാവരും പട്ടുസാരിയാ. അതുകൊണ്ട് എന്താ നല്ല ഭംഗിയായിരുന്നു എല്ലാവരെയും കാണാൻ.